+2 കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെൻസും അതേപോലെ എൻ്റെ തൊട്ടടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള 8ാമത്തെ ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അടുത്തത് നമ്മൾ യൂണിറ്റ് 10 ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്, അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് അതേപോലെ അരോമാറ്റിക് ഹാലൈഡ്സ്, ഇതിനെ രണ്ടിനെയും കുറിച്ച്, ആ കോമ്പൗണ്ട്സിനെ കുറിച്ച്, അതിൻ്റെ നോമൻക്ലേച്ചർ, അതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദീസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹലജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ആൻ ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്. ഈ ജനറൽ representation of haloalkanes is Rx and that of haloarine is ARX. നമുക്ക് ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കെയിൻ നമുക്കറിയാം, കാർബണും ഹൈഡ്രജനൊക്കെ ഉൾപ്പെടുന്ന ആൽക്കെയിൻസ് നമുക്ക് പരിചയമുണ്ട്. ആ ആൽക്കെയിൻസിൽ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ മാറി ആ സ്ഥാനത്ത് ഹലജൻസ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഹാലോ ആൽക്കെയിൻസ്. ബെൻസീൻ പോലെയുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് അവിടെ ഏതെങ്കിലും ഒരു ഹലജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അറീൻസ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഹാലോ ആൽക്കെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RX ആണ്. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പും X ഹലജൻ. ഹാലോ അറീൻസിനെ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ARX, ക്യാപിറ്റൽ A സ്മോൾ r X. ഇപ്പോൾ ക്യാപിറ്റൽ A സ്മോൾ r എന്നുള്ള AR റെപ്രസെൻ്റ് ചെയ്യുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സിനെയും X ഹലജനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത് ക്ലാസിഫിക്കേഷനാണ്. ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹലജൻ ആറ്റംസ്, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp3CX ബോണ്ട്, കോമ്പൗണ്ട്സ് ഹാവിങ് sp2CX ബോണ്ട്, ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹലജൻ കണ്ടെയ്നിങ് ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ നമ്പർ ഓഫ് ഹലജൻ ആറ്റം, എത്ര ഹലജൻ ആറ്റം ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അടുത്തത് sp3CX ബോണ്ട്, അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള കാർബണുമായിട്ട് ഹലജൻ അറ്റാച്ച് ചെയ്ത ടൈപ്പുകൾ, അതേപോലെ sp2 കാർബൺ ആറ്റവുമായിട്ട് ഹലജൻ അറ്റാച്ച് ചെയ്ത ടൈപ്പ്, ഇങ്ങനെ മൂന്നായിട്ടാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തത്. ഒന്നാമത്തെ ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹലജൻ ആറ്റംസ്, നമ്പർ ഓഫ് ഹലജൻ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ദിസ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആർ ക്ലാസിഫൈഡ് ആസ് മോണോ, ഡൈ ഓർ പോളി ഹലജൻ കോമ്പൗണ്ട്സ്. ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും നമ്പർ ഓഫ് ഹലജൻ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോണോ, ഡൈ, പോളി ഹലജൻ കോമ്പൗണ്ട്സ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. മോണോ എന്ന് പറഞ്ഞാൽ ഒരു ഹലജൻ ആറ്റമുള്ളത്, ഡൈ 2 ഹലജൻ ആറ്റമുള്ളത്, പിന്നെ 3 ആണെങ്കിൽ ട്രൈ, പിന്നെ കൂടുതൽ വരുന്നതിന് പോളി ഹലജൻ കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. മോണോ ഹലജൻ കോമ്പൗണ്ട്സ് ഓൺലി 1 ഹലജൻ ആറ്റം, ഡൈ ഹാലോ കോമ്പൗണ്ട്സ് കണ്ടെയ്ൻസ് 2 ഹലജൻ ആറ്റം ആൻഡ് പോളി ഹലജൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മോർ ദാൻ 2 ഹലജൻ ആറ്റം. ഇതിലൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത ക്ലാസിഫിക്കേഷൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp3CX ബോണ്ട് പറഞ്ഞു. sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ആറ്റവുമായിട്ട്, അതായത് മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ടിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ ഹലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ A ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് RX, മറ്റൊന്ന് അല്ലൈലിക് ഹാലൈഡ്സ്, മൂന്നാമത്തെ ബെൻസൈലിക് ഹാലൈഡ്സ്. ഏതൊക്കെയാണ് ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. ആൽക്കൈൽ ഹാലൈഡ്സ്, അതിലൊന്നാമത്തെ ആൽക്കൈൽ ഹാലൈഡ്സ് ഓർ ഹാലോ ആൽക്കെയിൻസ് RX എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹിയർ ദി ഹലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി ബോണ്ടഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ ഹലജൻ ആറ്റം എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഒരു കാർബൺ ആറ്റം, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. ഇതിനെ വീണ്ടും പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്നുമായിട്ട് ഈ ഹാലോ ആൽക്കെയിൻസിനെ
ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പ്രൈമറി സെക്കൻഡറി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് കാർബൺ ആറ്റം ടു വിച്ച് ഹലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ്. കാർബൺ ആറ്റത്തിൻ്റെ നേച്ചറുമായിട്ടാണ്. നമുക്കറിയാം പ്രൈമറി കാർബൺ എന്താണ്, സെക്കൻഡറി കാർബൺ എന്താണ്, ടെർഷ്യറി കാർബൺ എന്താണ് നമുക്കറിയാം. ആ കാർബൺ ആറ്റത്തിൻ്റെ നേച്ചർ അനുസരിച്ച് അത്തരത്തിലുള്ള കാർബൺ ആറ്റവുമായിട്ട് ഹലജൻ അറ്റാച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ പ്രൈമറി ഹാലോ ആൽക്കെയിൻ RCH2X, സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ R2CHX, ടേർഷ്യറി ഹാലോ ആൽക്കെയിൻ R3CX, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർബൺ മറ്റൊരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തതിനാണ് പ്രൈമറി കാർബൺ എന്ന് പറയാം. കാർബൺ 2 കാർബണായിട്ടും അറ്റാച്ച് ചെയ്തതിന് സെക്കൻഡറി, 3 കാർബണായിട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ടേർഷ്യറി കാർബൺ എന്ന് പറയും. അപ്പോൾ അതുമായിട്ട് ഹലജൻ അറ്റാച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ആയിട്ട് ആൽക്കൈൽ ഹാലൈഡ്സിനെ അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അല്ലൈലിക് ഹാലൈഡ്സ് ആണ് രണ്ടാമത്, ബി. Here the halogen atom is bonded to an sp3 hybridized carbon atom next to a C double bond C bond. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ ഹലജൻ അറ്റാച്ച്. അപ്പോൾ ഹലജൻ ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അതിന് തൊട്ടടുത്ത് എന്തുണ്ടാവും, ആ കാർബൺ ആറ്റം, ഹലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം മറ്റൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിൽ ഉള്ള sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരു കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാകും. എക്സാമ്പിൾ CH2CH2X. അവിടെ ആ CH2X എന്നുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ട്. ബെൻസൈലിക് ഹാലൈഡ്സ്. ഇവിടെ these are compounds in which the halogen atom is bonded to an sp3 hybridized carbon atom next to an aromatic ring. അപ്പോൾ ഒരു CH2X ഗ്രൂപ്പ് അല്ലെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലാണ് ഹലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ബെൻസൈലിക് റിങ്ങുമായിട്ടാണ്. അത്തരത്തിലുള്ള ഹാലൈഡ്സിനെയാണ് ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നത്. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു CH2 ഗ്രൂപ്പ്, ആ കാർബണിൻ്റെ മുകളിൽ ഒരു ഹലജൻ അറ്റാച്ച് ചെയ്യും. അതിനെയാണ് ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോമ്പൗണ്ട്സ് ഹാവിങ് sp2CX ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ആറ്റവുമായിട്ട് ഹലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ഹലോ അറീൻസ്. അതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ഭാഗം വിനൈലിക് ഹാലൈഡ്സും മറ്റൊന്ന് അരൈൽ ഹാലൈഡ്സുമാണ്. നോക്കുക, എന്താണ് വിനൈലിക് ഹാലൈഡ്സ്? നിങ്ങൾ പോളി വിനൈൽ ക്ലോറൈഡ് PVC അതിൻ്റെയൊക്കെ ഒരു മോണോമറായിട്ട് വരുന്ന ഒരു എക്സാമ്പിളാണ് ഇതെന്ന്. നോക്കുക, ഇവിടെ ഹിയർ ദി ഹലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി ബോണ്ടഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് എ C ഡബിൾ ബോണ്ട് C ബോണ്ട് അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരു കാർബൺ ആറ്റവുമായിട്ട് ഹലജൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിനെയാണ് വിനൈലിക് ഹാലൈഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2X. അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ടാണ് ഹലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബി, അരൈൽ ഹാലൈഡ്സ്. Here the halogen atom is directly bonded to an sp2 hybridized carbon atom of an aromatic ring. ബെൻസീൻ പോലുള്ള ഒരു അരോമാറ്റിക് റിങ്ങിലേക്ക് നേരിട്ട് ഹലജൻ ആറ്റം അറ്റാച്ച് ചെയ്യുക. C6H5X അല്ലെങ്കിൽ ഹാലോ ബെൻസീൻ. ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം ഹലജൻ വന്നതിനെയാണ് അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അരോമാറ്റിക് റിങ്ങുമായിട്ടാണ് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. Nomenclature. Common name of alkyl halides is obtained by adding YL halide to the word root. നമ്മൾ +1 പഠിച്ച ഭാഗം തന്നെയാണ്. കോമൺ നെയിം ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ കോമൺ നെയിം കിട്ടുന്നത് YL ഹാലൈഡ് ടു ദി വേർഡ് റൂട്ടുമായിട്ട് YL ഹാലൈഡ് എന്ന് ചേർത്താലാണ് കിട്ടുക. ആൻഡ് ദി IUPAC നെയിം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് പ്രഫിക്സ് ഹാലോ ടു ദി നെയിം ഓഫ് ദി പാരൻ്റ് ആൽക്കെയിൻ. അപ്പോൾ മീഥെയിൻ ആണെങ്കിൽ അതിന് ഹാലോ മീഥെയിൻ അല്ലെങ്കിൽ ക്ലോറോ മീഥെയിൻ എന്ന് പ്രിഫിക്സ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നോമൻക്ലേച്ചർ കിട്ടും.
നോമൻക്ലേച്ചറിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് കോമ്പൗണ്ട്, കോമൺ നെയിം, IUPAC നെയിം, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് CH3Cl, അതിൻ്റെ കോമൺ നെയിം മീഥൈൽ ക്ലോറൈഡ് എന്നാണ്. മീഥൈൽ മെത്ത് എന്നാണ് അതിൻ്റെ വേർഡ് റൂട്ട്, അതിനോടുകൂടി YL ക്ലോറൈഡ് ചേർക്കുകയാണ്, അത് മീഥൈൽ ക്ലോറൈഡ്. അതിൻ്റെ IUPAC നെയിം മീഥൈൻ്റെ പ്രിഫിക്സ് ആയിട്ട് ഹാലോ ചേർക്കുക അല്ലെങ്കിൽ ക്ലോറോ ചേർക്കുക, ക്ലോറോ മീഥൈൽ. അതേപോലെ CH3CH2Br, അതിൻ്റെ കോമൺ നെയിം ഈഥൈൽ ബ്രോമൈഡ്, അതിൻ്റെ IUPAC നെയിം ബ്രോമോ മീഥൈൽ. അടുത്ത CH3CH2CH2Cl, അവിടെ അതിൻ്റെ കോമൺ നെയിം നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡ്, നോർമൽ പ്രൊപ്പൈനാണ്, അതിനോടുകൂടി YL ക്ലോറൈഡ് ചേർത്തു. അതിൻ്റെ IUPAC നെയിം 1-chloropropaine. നമുക്കറിയാം പൊസിഷൻ നമ്പറൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, പൊസിഷൻ നമ്പർ കൊടുക്കുക. അങ്ങനെയാണ് CH3CHCl, CH3 ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനെ അതിൻ്റെ IUPAC നെയിം 2-chloropropane എന്നാണ് വരിക. അതേപോലെ തന്നെ CH3CH2CH2CH2Br, നോർമൽ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ് കോമൺ നെയിം, അതിൻ്റെ IUPAC നെയിം 1-bromopropane എന്നാണ്. അതേപോലെ തന്നെ ടേർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡിൻ്റെ കോമൺ നെയിമുള്ള ടേർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡിൻ്റെ IUPAC നെയിം 2-chloro-2-methyl propane എന്നാണ്. അതേപോലെ അരോമാറ്റിക് കോമ്പൗണ്ട് CH6H5Cl ആണ് ക്ലോറോബെൻസീൻ, കോമൺ നെയിം, അതിൻ്റെ IUPAC നെയിമും ക്ലോറോബെൻസീൻ എന്ന് തന്നെയാണ്. അതേപോലെ C6H5CH2I ബെൻസൈൽ അയഡൈഡ്, കോമൺ നെയിം, അതിൻ്റെ IUPAC നെയിം അയഡോ ഫിനൈൽ മീഥൈൻ എന്നുള്ളതാണ് അതിൻ്റെ IUPAC നെയിം. നോക്കാം, ഇതിൽ ഈ കാര്യങ്ങളൊക്കെ നോമൻക്ലേച്ചർ നമ്മൾ മുമ്പ് പഠിച്ചത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നേച്ചർ ഓഫ് CX ബോണ്ട്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് CX ബോണ്ടിൻ്റെ നേച്ചർ? ഇത്രയേ ഉള്ളൂ, പോളാർ ആണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. കാർബൺ ആറ്റം ബിയേഴ്സ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആൻഡ് ഹലജൻ ആറ്റം ബിയേഴ്സ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. CX bond length increases down the group. Reason, size of halogen atom increases down the group. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഹലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് കാർബൺ ഹലജൻ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്കറിയാം, കാർബണും ഹലജനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഹലജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹലജന് കൂടുതലായതുകൊണ്ട് ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ, കാർബണിൻ്റെയും ഹലജൻ്റെയും ഇടയിലുള്ള ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ ഹലജൻ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഹലജന് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് വരും, കാർബണ് ഡെൽറ്റ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ CX ബോണ്ട് എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് വിൽ ബി പോളാർ ഇൻ നേച്ചർ. അതിൻ്റെ റീസൺ കാർബണിൻ്റെയും ഹലജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹലോ ആൽക്കീൻസ്. 3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. 1 ഫ്രം ആൽക്കഹോൾ, 2 ഫ്രം ഹൈഡ്രോ കാർബൺ, 3 ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. ഈ 3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പരിചയപ്പെടുന്നത്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾ. ഇതിലൊന്നാമത്തത്, ബൈ ദി ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹലജൻ ആസിഡ്സ് ഓൺ ആൽക്കഹോൾസ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ZnCl2 ആസ് കാറ്റലിസ്റ്റ്. സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആൽക്കഹോള് ഹലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുക. റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ROH ആൽക്കഹോള്, ROH പ്ലസ് HX, HCl ആവും, HBr ആവും, HI ആവും. ഏത് ഹാലോ ആൽക്കെയിനാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഹലജൻ ആസിഡാണ് എടുക്കുക. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആസ് കാറ്റലിസ്റ്റ്, വി വിൽ ഗെറ്റ് RX. HCl ആണ് എടുത്തതുണ്ടെങ്കിൽ RCl കിട്ടും, HBr ആണ് എടുത്തതുണ്ടെങ്കിൽ RBr കിട്ടും, പ്ലസ് H2O. Reaction of primary and secondary alcohol with hydrogen iodide require the presence of anhydrous zinc chloride, while tertiary alcohol do not require the catalyst. ഇത് പ്രത്യേകം ഈ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. പ്രൈമറി ആൽക്കഹോള്, സെക്കൻഡറി ആൽക്കഹോളും ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് reaction with primary and secondary alcohols with hydrogen iodide require the presence of zinc chloride, anhydrous zinc chloride, while tertiary alcohol do not require the
കാറ്റലിസ്റ്റ്. ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് അല്ലെങ്കിൽ അയഡോ ആൽക്കെയിൻ്റെ നിർമ്മാണത്തിന്, അതിൻ്റെ പ്രിപ്പറേഷന് നമുക്ക് പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും HIയുമായിട്ട് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് വേണം. എന്നാൽ ടേർഷ്യറി ആൽക്കഹോളുമായിട്ട് ഹൈഡ്രജൻ അയഡൈഡ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. ആൽക്കഹോൾസിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ റിയാക്ഷനാണ് ആൽക്കൈൽ ക്ലോറൈഡ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് PCl3, PCl5 ആൻഡ് തയോണിൽ ക്ലോറൈഡ് SOCl2 വിത്ത് ആൽക്കഹോൾ. 3 റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ PCl3യുമായിട്ട് ROH PCl3യുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCl കിട്ടും. അതേപോലെ ROH അല്ലെങ്കിൽ ആൽക്കഹോൾ PCl5യുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. അതേപോലെ തയണിൽ ക്ലോറൈഡുമായിട്ട് ROH പ്ലസ് SOCl2 അല്ലെങ്കിൽ സൾഫോണിൽ ക്ലോറൈഡ്, തയോണിൽ ക്ലോറൈഡ് SOCl2യുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCl കിട്ടും. അതിൽ ഈ 3 റിയാക്ഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, 3 റിയാക്ഷനിൽ among these methods the reaction with thionyl chloride SOCl2 is preferred. Why? എന്തുകൊണ്ടാണ് ഈ 3 റിയാക്ഷനിൽ തയോണിൽ ക്ലോറൈഡ് SOCl2മായിട്ടുള്ള റിയാക്ഷൻ പ്രിഫർ ചെയ്യുന്നത്? കാരണം since the byproducts are gases and are easily escaped from the reaction medium. നമുക്കറിയാം അവിടെ ഉണ്ടാവുന്നത് ഒന്ന് HCl ഗ്യാസ് ആണ്, മറ്റൊന്ന് SO2 ഗ്യാസ് ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യും? റിയാക്ഷൻ മിക്സ്ചറിന് പുറത്തേക്ക് പോകും. പിന്നെ അവിടെ ആൽക്കൈൽ ക്ലോറൈഡ് മാത്രം, RCl മാത്രം, ആൽക്കൈൽ ക്ലോറൈഡ് മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് തയോണിൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ. മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് for the preparation of alkyl bromides and alkyl iodides. ആൽക്കൈൽ അയഡൈഡും ആൽക്കൈൽ ബ്രോമൈഡിൻ്റെയും പ്രിപ്പറേഷനിൽ നമ്മൾ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ ഓർ അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ അയഡിൻ അല്ലെങ്കിൽ ബ്രോമിന് ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്യുക. നേരിട്ട് PBr3യോ PI3യോ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് കാരണം PBr3 ആൻഡ് PI3 ആർ അൺസ്റ്റേബിൾ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് PBr3 PI3 എന്നിവ ആൽക്കൈൽ ബ്രോമൈഡിൻ്റെയും ആൽക്കൈൽ അയഡൈഡിൻ്റെയും പ്രിപ്പറേഷന് യൂസ് ചെയ്യാത്തത്? ദീസ് കോമ്പൗണ്ട്സ് ആർ അൺസ്റ്റേബിൾ, ദർഫോർ വി യൂസ് ബ്രോമിൻ ഓർ അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അവിടെ ROH ആൽക്കഹോള് ബ്രോമിൻ്റെ അല്ലെങ്കിൽ അയഡിനുമായിട്ടുള്ള റിയാക്ഷനാണ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. വി വിൽ ഗെറ്റ് RX അല്ലെങ്കിൽ RBr അല്ലെങ്കിൽ RI എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് തയോണിൽ ക്ലോറൈഡ് പ്രിഫർ ചെയ്യുന്നത്, മറ്റൊന്ന് എന്തുകൊണ്ടാണ് PBr3 PI3 എന്നിവ ആൽക്കൈൽ ബ്രോമൈഡിൻ്റെയും ആൽക്കൈൽ അയഡിൻ്റെയും പ്രിപ്പറേഷന് യൂസ് ചെയ്യാത്തത്. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ഫ്രം ഹൈഡ്രോ കാർബൺ. ഇതിൽ ഫ്രീ റാഡിക്കൽ ഹലജനേഷനാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിളായിട്ട് പഠിച്ച ഒരു റിയാക്ഷനാണ്. ആൽക്കെയിൻസ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇത് അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ പ്രസൻസിൽ വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് മോണോ ഡൈ ആൻഡ് പോളി ഹാലോ ആൽക്കെയിൻസ്. അപ്പോൾ ഈ ആൽക്കെയിൻസ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനുമായിട്ടോ ബ്രോമിനുമായിട്ടോ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മോണോ ഡൈ ആൻഡ് പോളി ഹാലോ ആൽക്കെയിൻസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. എക്സാമ്പിൾ നമ്മൾ മീഥൈൻ CH4 ക്ലോറിനുമായിട്ട് സൺലൈറ്റ് UV ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 4 പ്രോഡക്റ്റാണ്. ഒന്ന് മീഥൈൽ ക്ലോറൈഡ്, മറ്റൊന്ന് മെത്തിലിൻ ക്ലോറൈഡ്, മറ്റൊന്ന് ക്ലോറോഫോം, അതേപോലെ CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഒന്ന് CH3Cl, CH2Cl2, CHCl3, CCl4. ഇതിൻ്റെ 4ൻ്റെയും ഒരു മിക്സ്ചറാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുക. ഇതിൻ്റെ ഇക്വേഷൻ CH4 plus Cl2 gives CH3Cl plus CH2Cl2 plus CHCl3 plus CCl4. Preparation of haloalkanes from hydrocarbon. അതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. Benzene and its derivatives when heated with chlorine or bromine in presence of iron or Lewis acids like anhydrous FeCl3 or aluminum chloride, ferric chloride or aluminum chloride, we get aryl chlorides or bromides. ഇപ്പോൾ ഇവിടെ
ഹൈഡ്രോ കാർബണിൽ നിന്ന് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലൂടെ നമുക്ക് അരൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ അരൈൽ ക്ലോറൈഡും അരൈൽ ബ്രോമൈഡും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ റിയാക്ഷനിൽ പറയുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ബെൻസീന് ഫോർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഇസ് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ബ്രോമിൻ. അവിടെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ലൂയിസ് ആസിഡ്സ്, അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ്, അയണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അരൈൽ ബ്രോമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതിൻ്റെ എക്സാമ്പിൾ നമ്മളെ ബെൻസീന് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. നമുക്ക് അവിടെ ടൊളുവിനുമായിട്ട് രണ്ടാമത്തെ റിയാക്ഷൻ ടൊളുവിനായിട്ടുള്ള റിയാക്ഷനാണ്. ഹലജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അയണാണ്. ഡാർക്ക് കണ്ടീഷനിൽ നമുക്ക് 2 പ്രോഡക്റ്റുകൾ കിട്ടും. ഒന്ന് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡും മറ്റൊന്ന് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡും. ഓർത്തോ ഹാലോ ടൊളുവിൻ അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ ടൊളുവിൻ, മറ്റൊന്ന് പാരാ ക്ലോറോ അല്ലെങ്കിൽ പാരാ ഹാലോ ടൊളുവിൻ എന്നുള്ള 2 പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത്. ഫ്രം ഹൈഡ്രോ കാർബൺ സാൻമേഴ്സ് റിയാക്ഷൻ. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലും മറ്റ് ഭാഗത്തും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സാൻമേഴ്സ് റിയാക്ഷൻ. നെയ്മഡ് റിയാക്ഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അരോമാറ്റിക് പ്രൈമറി അമീൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അരോമാറ്റിക് പ്രൈമറി അമീൻസ് വെൻ ട്രീറ്റഡ് വിത്ത് മിനറൽ ആസിഡ്സ് ലൈക്ക് HCl and sodium nitrite NaNO2 at cold condition, that is 0 to 5 degrees Celsius. 0 to 5 degrees Celsius and an aromatic diazonium salt is formed. This reaction is called diazotization reaction. അപ്പോൾ സാൻമേഴ്സ് റിയാക്ഷനിൽ അരോമാറ്റിക് പ്രൈമറി അമീൻസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത് മിനറൽ ആസിഡ് പ്ലസ് സോഡിയം നൈട്രൈറ്റ് NaNO2മായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് അരോമാറ്റിക് ഡയസോണിയം സാൾട്ട് ഫോം ചെയ്യും. അതൊരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആണ്. ഇവിടെ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ഈ ഡയസോണിയം സാൾട്ടിൻ്റെ അത് ഫോം ചെയ്യണമെങ്കിൽ, അത് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ അത് സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷന് സാൻമേഴ്സ് റിയാക്ഷൻ പ്രൈമറി അമിനോ ബെൻസീൻ അല്ലെങ്കിൽ അനിലീൻ സോഡിയം നൈട്രേറ്റും പ്ലസ് HX ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടും. ബെൻസീൻ്റെ മുകളിൽ N2+X- അതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എന്ന് പറയുന്നത്. ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആണ്. അതെന്ത് ചെയ്യും? നേരെ എന്തായിട്ട് മാറും? ആ ഹലോ അറീൻ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡായിട്ട് മാറും. അപ്പോൾ ഈ അവസാനം പറഞ്ഞ 2 റിയാക്ഷൻസും എന്താണ്? അരൈൽ ഹാലൈഡ്സിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നെയ്മഡ് റിയാക്ഷൻ ആയതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സാൻമേഴ്സ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. കാറ്റർമാൻ റിയാക്ഷൻ നമുക്ക് ഇവിടെ അയഡോ ബെൻസീൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ്. അയഡോബെൻസീൻ്റെ പ്രിപ്പറേഷനാണ് കാറ്റർമാൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. For the preparation of iodobenzene, the diazonium salt is treated with potassium iodide Ki. നമ്മൾ നേരത്തെ അവിടെ കുപ്രസ് ഹാലൈഡുമായിട്ടാണ് ഡയസോണിയം സോൾട്ട് ട്രീറ്റ് ചെയ്ത സമയത്താണ് നമുക്ക് ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും സാൻമേഴ്സ് റിയാക്ഷനിൽ കിട്ടിയത്. ഇവിടെ നമ്മൾ അയഡോ ബെൻസീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് കാറ്റർമാൻസ് റിയാക്ഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം സ്റ്റെപ്പുകൾ തന്നെ സാൻമേഴ്സ് റിയാക്ഷൻ്റെ സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം നമ്മൾ പ്രൈമറി അമീൻ എടുക്കുന്നു. പ്രൈമറി അമീന് നമ്മൾ ഹൈഡ്രോ ഹാലൈഡ് HX മിനറൽ ആസിഡ്സ് ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ടും സോഡിയം നൈട്രേറ്റ് NaNO2മായി ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടും. ആ ബെൻസീൻ ഡയസോണിയം സോൾട്ടാണ് ഇവിടെ ഉള്ളത്. ഈ ബെൻസീൻ ഡയസോണിയം സോൾട്ട് പൊട്ടാസ്യം അയഡൈഡ് ചേർത്ത് ചൂടാക്കുകയാണ്. വാം വിത്ത് പൊട്ടാസ്യം അയഡൈഡ് ചേർത്ത് ചൂടാക്കുമ്പോൾ നമുക്ക് അയഡോ ബെൻസീനും നൈട്രജനും KCl പൊട്ടാസ്യം ക്ലോറൈഡും പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ റിയാക്ഷനാണ് കാറ്റർമാൻ റിയാക്ഷൻ. സാൻമേഴ്സ് റിയാക്ഷനിൽ ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാറ്റർമാൻ റിയാക്ഷനിൽ അയഡോ ബെൻസീനാണ് നിർമ്മിക്കുന്നത്.